തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 28-ാമത്തെ വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കൃപ എന്ന പദം എല്ലാ കാലത്തും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത്, കൃപയാലാണ് നാം ആരാധിക്കുന്നത്, കൃപയാലാണ് നാം എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട്. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കണം. നാം കൃപയോടുകൂടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ കൃപയോടുകൂടി ആയിരിക്കണം. കൃപയില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കാത്ത യാതൊരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ കൃപ നഷ്ടപ്പെടുത്താതെ, കൃപ വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷ, കൃപ വ്യാപരിക്കുന്ന ഒരു യാത്ര, കൃപ വ്യാപരിക്കുന്ന ഒരു ജീവിത സാഹചര്യം, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കൃപ നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ എന്നുള്ള ആ ആശംസ തന്നെ നാം ജാഗ്രതയിൽ ജീവിക്കണം എന്നുള്ള വലിയ ഓർമ്മയാണ്. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ.